സംഭവമായിട്ട് ബന്ധപ്പെട്ട് തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ വിശാലഹൃദയരായിട്ടുള്ള സർക്കാർ. 1000 രൂപയും 6 കിലോ അരിയുമാണ് ധനസഹായമായിട്ട് അല്ലെങ്കിൽ ഒരു ദുരിതത്തിന് ഒരു സഹായമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 10,50,00,000 രൂപ വകയിരുത്തി. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു പണം സൂക്ഷിച്ച് ഉപയോഗിക്കണം, ധാരാളിത്തം കാണിക്കരുത്, ഇത് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ബാങ്കിലിടണം. എന്ത് 1000 രൂപ? ഓക്കെ, സർക്കാർ ഭയങ്കര പ്രതിസന്ധിയിലാണ്, അതുകൊണ്ടാണ് ഇത്രയും ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നൊക്കെ ആയിരിക്കാം അവർ ന്യായീകരണം പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 4ാം വർഷത്തിന്റെ വാർഷികത്തിന് ഇദ്ദേഹത്തിന്റെ മുഖം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രദർശിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ നിന്നും ചെലവഴിച്ചത് 15 കോടി രൂപയാണ്. ഏകദേശം ഒരു ഫ്ലെക്സിന് 3 ലക്ഷം രൂപ വെച്ച്. ഇദ്ദേഹത്തിന്റെ മകൻ നമ്മൾ കാണാത്ത ഒന്നുമല്ല, ഒറ്റ മഴയ്ക്ക് എല്ലാം ഒലിച്ചു പോവുകയും ചെയ്തു. 3 മാസം പോലും നിലനിന്നില്ല. ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരു 1500 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ വെച്ചെങ്കിലും കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ലായിരുന്നു. താങ്കൾ കാണിക്കുമ്പോൾ ഇത് ധാരാളിത്തമല്ല, താങ്കൾ പണം സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നത് എന്ന് താങ്കളോട് പറയാനും താങ്കളെ ചോദ്യം ചെയ്യാനും പാവപ്പെട്ട ജനങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കളുടെ കാര്യത്തിന് വേണ്ടി താങ്കൾ ഇവിടെ ധാരാളിത്തം കാണിച്ച് കേരളത്തെ ഇങ്ങനെ കടക്കിണിയിലാക്കുന്നു. എന്നിട്ട് താങ്കൾ വികസനം നടത്തിയെന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും ഒരിക്കലും പറയരുത്. തുടരും എന്ന ഒരു ഫ്ലെക്സിൽ താങ്കൾ ഒരു കപ്പലിന്റെ പടവും അടിച്ചു വെച്ച് ഫ്ലെക്സ് അടിച്ചതിന്റെ 3ന്റെ ഒന്നാണ് കപ്പൽ വന്നത്. ദയവ് ഇതിങ്ങനെ തള്ളാൻ വേണ്ടി മാത്രം പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് ഞങ്ങൾ ഇങ്ങനെ ലജ്ജിപ്പിക്കല്ലേ. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു വർഷം എങ്ങനെയും തിങ്ങി ഞെരുങ്ങി ഞങ്ങളൊന്ന് കടന്നു പോയിക്കോളാം. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ നേരത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞ ഡൊണേഷൻസിന്റെ കാര്യം വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലുള്ള വിമർശന വീഡിയോസ് തുടർന്നും ചെയ്യാനായിട്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. ഞാൻ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. GPay നമ്പറാണ്, അതിൽ തന്നെ വാട്സപ്പും ഉണ്ട്. ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.